ഇന്നലെ എന്നെ ഒരു കക്ഷി കാണാൻ വന്നിട്ടുണ്ട്. പുള്ളി ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻ്റ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര മാനസിക സംഘർഷം കയറി. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ കുറേ കെട്ടിപ്പിടിച്ചു. ജസ്റ്റ് 5 മിനിറ്റ് കാണാൻ പെർമിഷൻ ചോദിച്ചു വന്നതാണ്. അപ്പോയിൻമെൻ്റ് ഒന്നും അല്ല, ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിയുടെ കുറേ സങ്കടങ്ങൾ പുള്ളി പറഞ്ഞു. പുള്ളിയുടെ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, 22 വർഷമായി ഗൾഫിൽ പോയിട്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല, കുറേ പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് പോകുന്നു എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് കേട്ടു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 1-2 അഡ്വൈസുകളും കൊടുത്തു, എങ്ങനെ റവന്യൂ കൂട്ടണം എന്നുള്ളതിന് അഡ്വൈസ് കൊടുത്തു. ആ പുള്ളി പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞ് ആരും എന്നെ അത്ര മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് പോയി. അത് എൻ്റെ മഹത്വം എന്നുള്ളതല്ല ശരിക്കും. മറ്റൊരാളെ ശരിക്കും അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ ഭയങ്കരമായിട്ട് ആശ്വാസം. അപ്പോൾ നമ്മളെ അടുത്ത് വരുന്നത് നമ്മളിത് കേൾക്കും, നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ നമ്മളെ അടുത്ത് വരാറുണ്ട്. കുറേ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് മൈൻഡ് ട്രെയിനിങ് ഒന്നും അപ്പുറത്തിന് മൈൻഡ് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ച് ഒന്നും വേണ്ട, ഒന്നിനെ കുറിച്ചും പഠിക്കണ്ട. അയാളെ നിങ്ങൾ ഓപ്പണായിട്ട് കേൾക്കുക. മുൻവിധികളില്ലാതെ ഒരു മുന്നിലിരിക്കുന്ന ഒരാളെ കേട്ട് കഴിഞ്ഞാൽ, സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മതി അയാളെ മനസ്സിൽ കുളിർമയെ പെയ്യിപ്പിക്കാൻ. നമുക്ക് പക്ഷെ കേൾക്കാൻ അറിയൂല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഭാര്യമാർ നമ്മളോട് കൂടുതൽ പറയുന്നൊരു പരാതി എന്താ വെച്ചാൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നല്ല. കേൾക്കാൻ അറിയില്ല. നമുക്കാകെ ഒന്നേ അറിയുള്ളൂ, കേൾക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മറുപടി പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 1 മണിക്കൂർ കോൺവെർസേഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ കേൾക്കും. ആ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ മെൻ്റലി ഒരു മറുപടി റിപ്ലൈ കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ കേൾക്കില്ല. കേൾക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് നമ്മളുടെ മറുപടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടോ എന്നതാണ് ബാക്കിയുള്ള 50 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. സോ മറുപടി കുക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ ഓപ്പണായിട്ട് കേൾക്കുകയും അയാളെ മനസ്സിലാക്കിയെന്ന് ഫീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനും ഭയങ്കര ആശ്വാസം ഉണ്ടാവും. അതിനൊരു മൈൻഡ് ട്രെയിനർ ഒന്നും ആവണ്ട. അയാളെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. ലിസണിങ് ഇറ്റ് സെൽഫ് ഈസ് എ തെറാപ്പി. 2030 ആകുമ്പോൾ എവിടെ എത്തണം എന്നുള്ളതാണ് ഒരു ഗോളൊക്കെ ഉണ്ടാവുക. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് 2030 എൻ്റെ വിഷൻ ബോർഡാണിത്. 2030 ഇതാ വിഷൻ 2030 എന്നാണിത് എനിക്ക് കാണുന്ന രീതിയിൽ. അപ്പോൾ ഏകദേശം ഇത് പ്രകാരം എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വേർട്ടിക്കിൾസ് ആയിട്ട് ഏകദേശം ഒരു 1000 കോടി ടേൺ ഓവർ ഉള്ള, ഏകദേശം ഒരു 500 പേർക്കെങ്കിലും നല്ല രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന, മിനിമം ഒരു 5 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ള വ്യത്യസ്തമായ അത്രയും കമ്പനികൾ, ഞാൻ പറഞ്ഞല്ലോ 8ഓളം കമ്പനികൾ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് റൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴുള്ള വിഷൻ. പിന്നെ ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങൾ 2035 ആകുമ്പോഴേക്കും എനിക്ക് നല്ല ഒരു 1000 ഓൺട്രപ്രണേഴ്സിന് $1 ബില്യൺ ബിസിനസ്സുകാരാക്കി മാറ്റണം. നല്ല ക്വാളിറ്റി സർവീസൊക്കെ ഉള്ള 1000 ഓൺട്രപ്രണേഴ്സിനെ ബില്യനേഴ്സ് ആക്കി മാറ്റണം. ഈ മിഷനിലാണ് ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഫേം ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ 2035 വിഷൻ, വിത്തിൻ 10 years. അപ്പോൾ അതിലേക്കുള്ള ആളുകൾ ഞങ്ങളിങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, അത്രയും വാല്യൂ ഉള്ള, ലോങ് വിഷനുള്ള, ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറായ ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, ചെറിയൊരു ഗ്രൂപ്പാക്കി മാറ്റും. ബില്യനെയർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്ലബ്ബിലേക്ക് മാറ്റും. അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഫ്രീ ആണ്. ഞങ്ങളുടെ ചാണക്യ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള വിഷണറി ആയിട്ടുള്ള ആളുകളെ നല്ല എത്തിക്കലായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിലേക്ക് എടുക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന യാത്രയിൽ അയാൾക്കൊരു വലിയ വിഷനുണ്ട്, അയാളുടെ കയ്യിൽ ഒരു വാല്യൂ ഉണ്ട് കൊടുക്കാൻ, അയാൾ ഭയങ്കര പാഷനേറ്റ് ആണ് എന്നുള്ള തോന്നുന്ന ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ കെയർ എന്ന് പറയുന്ന ഒരു ബില്യനെയർ ക്ലബ്ബ് എന്ന് പറയുന്നിടത്തേക്ക് എടുക്കും. അവരുമായിട്ട് നമ്മൾ കുറേ കൂടെ പേഴ്സണലി അറ്റാച്ച് ചെയ്ത് അവരെ കൂടെ നിന്ന് കോച്ച് ചെയ്തിട്ട്, അത് സ്പെഷ്യൽ ഫീ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് നമ്മുടെ ഒരു മിഷനാണ്. നമുക്കൊരു 1000 എത്തിക്കലായിട്ടുള്ള, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള $1 ബില്യൺ ബിസിനസ്സുകാരെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതാണ് എൻ്റെ പേഴ്സണൽ മിഷൻ. പിന്നെ മൾട്ടിപ്രണർ എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ ബിൽഡ് ചെയ്യണം. അതിൻ്റെ പണികൾ ഓരോന്നായിട്ട് തുടങ്ങി. 2025 തന്നെ ഏകദേശം മിക്കവാറും ഈ പറയുന്ന 8 സ്ഥാപനങ്ങളും, 2025 6 സ്ഥാപനങ്ങൾ നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്. 2026 ബാക്കിയുള്ളതും ചിലപ്പോൾ ഇനി പോകെ നമ്മൾ ഇനിയും പല വെർട്ടിക്കൽസിലേക്കായിട്ടും
നമ്മൾ കിടക്കും. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാധ്യമാവുന്നത്? കാര്യം ഇപ്പോൾ താങ്കൾ പറയുന്ന പല വേർട്ടിക്കൽസ് ഉണ്ട്, പല ഡൈവേർഷൻസും കാര്യങ്ങളും, ട്രെയിനിങ് സെഷൻസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്. ഒരാളിന് എങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പലതിലേക്കും നമ്മുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുക? അപ്പോൾ എന്നെക്കാളും വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന യൂസുഫ് അലി സാറ് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നു, പുതിയ പുതിയ വെർട്ടിക്കൽസിലേക്ക് പോകുന്നു. എന്നെക്കാളും വലിയ സക്സസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വലിയ, ഞാൻ ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെറിയ, നിങ്ങൾ പറയുന്ന പോലെ വലിയ സക്സസ് എന്ന അഭിപ്രായം എനിക്ക് എന്നെ കുറിച്ചില്ല. സ്റ്റിൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സക്സസ് ആയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെറിയ ചെറിയ പണികൾ ചെയ്യാതിരിക്കും. 24 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ ചെയ്യുവാണെങ്കിൽ അതൊരു 1.5 കാര്യങ്ങളായി. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളെക്കാളും നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക. ടൈം മൾട്ടിപ്ലൈ ചെയ്യാം, സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഡെലിഗേഷനിലൂടെ. പിന്നെയോ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ലാത്തതല്ല, സമയം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വണ്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്ത് കുറേ പൊടിയും ചെളിയും. ഞാൻ വന്ന സമയത്ത് വണ്ടി കഴുകുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല. അത് ഞാൻ വേറെ ആരും ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ച ആള് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം ആ വണ്ടി കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിനേക്കാളും വാല്യൂ ഉള്ളൊരു കാര്യം, 1 മണിക്കൂർ പോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ കൊണ്ട് വെറുതെ വായിൽ നോക്കിയിരിക്കണം. അപ്പോൾ ആ 1 മണിക്കൂർ എനിക്ക് അതിനേക്കാളും വാല്യൂ ഉള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അപ്പൊ ലോ വാല്യൂ ഐറ്റംസ് ഡെലിഗേറ്റ് ചെയ്യും, മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഞാൻ ചെയ്യുന്നത് ഹൈ വാല്യൂ ഐറ്റമായിരിക്കും. ഇനി ഹൈ വാല്യൂ ഐറ്റം തന്നെ ഇപ്പം എൻ്റെ മീഡിയ പ്രൊഡക്ഷൻ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ വാല്യൂ ആണ്. അത് എന്നെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളെ ഞാൻ ഏൽപ്പിക്കും. യൂസ്ഫുൾ സാർ പോലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. നല്ല കഴിവുള്ള ആളുകളെ ബാക്കിയുള്ള സമയം ഏൽപ്പിക്കുക. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഇപ്പം ബെഞ്ചൽ അക്കാഡമിയിൽ പറയാൻ ഞാൻ ചെയ്യുന്ന 2 കാര്യമുള്ളൂ. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് ട്രെയിനിങ് എടുക്കുക. അതും പ്രീമിയം ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ. അല്ലാത്ത ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ ഓൺലൈനിലൂടെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ പേയ്മെൻ്റ് അടച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത് അവരത് വാങ്ങിച്ചു പൊക്കോളൂ. പ്രീമിയമായ സെയിൽസ് ട്രെയിനിങ്, ബിസിനസ് കോച്ച്, ഈ ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്തും. ഈ 2 പരിപാടി വെഞ്ചൽ അക്കാഡമി ഞാൻ ചെയ്യുന്നുള്ളൂ. വെഞ്ചൽ അക്കാഡമിയുടെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ മീഡിയ പ്ലാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളിപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്താണ് എൻ്റെ നമ്പർ. അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം ടീമാണ്. ഈവൻ എൻ്റെ സ്കെഡ്യൂൾ, ഓപ്പറേഷണലായിട്ടുള്ള എൻ്റെ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ ടൈം ടേബിൾ കറക്റ്റ് ആക്കുന്നത്, യാത്ര, മീഡിയ എല്ലാം ചെയ്യുന്നത് ടീമാണ്. അതിനായിട്ടൊരു സിസ്റ്റം ഉണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഞാനുള്ള സമയം പുസ്തകം വായിക്കും, റിസർച്ച് ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാര്യങ്ങളൊന്ന് ട്രെയിനിങ് എടുക്കില്ല, 2 ഡ്രൈവ് ചെയ്യും. ഞാൻ ഒരുവിധമൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. ഓഡിയോ ബുക്സ് പ്ലേ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാൻ ഭയങ്കര ത്രില്ലാണ്. അപ്പം ഡ്രൈവിങ്ങും ഞാൻ പഠിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ പ്രത്യേകിച്ചും ഈ ആൾക്കൂട്ടത്തിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കുറേ ആളുകളും വർത്തമാനമൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ അത് എല്ലാവർക്കും പറ്റുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനും ആ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യം, ഇപ്പോൾ ഓഡിയോ ബുക്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോഡ്കാസ്റ്റുകൾ മനസ്സിലാക്കി കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങോട്ട് വന്നത് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, തിരിച്ച് അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 1.5 പുസ്തകം കംപ്ലീറ്റ് ആവും. അപ്പം ഇങ്ങനെയുള്ള പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.